എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു മുട്ടേനെ ഒരു 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നൈസായിട്ടുള്ള പത്തിരിയുടെ പൊടി അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ ലൂസായി പോകരുത്. ഒരു സെമി തിക്ക് പാകത്തിന് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ ഓരോ പീസും ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മുട്ടയുടെ വൈറ്റ് ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു 5-6 എണ്ണം നമുക്ക് ഒരേ സമയം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി നേരം അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അല്ലെങ്കിൽ നമ്മുടെ മുട്ട വല്ലാതെ അങ്ങോട്ട് റബ്ബർ പോലെ ആയി പോവും. അപ്പോൾ ജസ്റ്റ് ഇടുക, അപ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാ മുട്ടയും ഇവിടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ചില്ലി റെസിപ്പി ആക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മുട്ട വറുത്ത എണ്ണയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 2 സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ കളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിനി ഇതിലേക്ക് സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിയുടെ കളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള സോസാണ്, അതേപോലെ നല്ല കളറും ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഈ സോസുകളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സോസിൻ്റെ കളർക്ക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ കളർ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്